നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യും. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. ഇനി അല്ലാഹു പറയുന്നത് സത്യം സ്വീകരിക്കാത്ത ആളുകളുടെ അവസ്ഥയെ വിവരിക്കുക. ഇത് ഖുർആനിന്റെ ഇസ്തിആറ തംസീലിയ എന്ന് പറയും. വളരെ മനോഹരമായ ഒരു മെറ്റഫോർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. സത്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ ആളുകളില്ലേ, അവരുടെ അവസ്ഥ എന്താണ്? ഇന്നാ ജഅൽനാ, നാം വെച്ചു കൊടുത്തിട്ടുണ്ട്, ഫീ അഅനാഖിഹിം, അവരുടെ കഴുത്തുകളിൽ, അഗ്ലാലൻ, ചില ചങ്ങലക്കെട്ടുകൾ, ചങ്ങല വെച്ചിട്ടുണ്ട്. ഫഹിയ, ആ ചങ്ങലകൾ, ഇലൽ അദ്ഖാനി, അവരുടെ താടിയെല്ല് വരെ പൊങ്ങി നിൽക്കുകയാണ്. കഴുത്ത് മുഴുവനും ചങ്ങലയിൽ റൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കഴുത്തിനൊക്കെ ഒരു തേയ്മാനൊക്കെ ഉള്ളവർ വെക്കൂലേ ഒരു സാധനം, എന്തായാലും പറയല്, അപ്പൊ തല പൊന്തിച്ചിട്ടേ നടക്കാൻ പറ്റും. ഫഹും മുഖ്മഹൂൻ, അവർ തല ഉയർത്തിയിട്ടേ അവർക്ക് നടക്കാൻ പറ്റുള്ളൂ. മുഖ്മഹ് എന്ന് പറഞ്ഞൊരു ഒട്ടകത്തിന്റെ അവസ്ഥയാണ്. കുടിക്കാൻ വേണ്ടി ശുദ്ധമായ ജലാശയത്തിലേക്ക്, ഒരു കുടിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു ഒട്ടകത്തെ കൊണ്ടുവന്നാൽ എനിക്ക് കുടിക്കാനാവില്ല എന്ന് പറഞ്ഞ ഒട്ടകത്തിന്റെ ഒരു നൃത്തമുണ്ട്, ഇങ്ങനെ തല പൊക്കിയിട്ട്, ഞാൻ കുടിക്കൂല. അതിനാണ് മുഖ്മഹ് എന്ന് പറയാ അറബിയിൽ. ഇങ്ങനെ തല പൊക്കിയിട്ട് താഴേക്ക് കാണാത്തവരാണ് അവർ. എങ്ങനെ? കഴുത്ത് മുഴുവനും ചങ്ങല കൊണ്ട് ബന്ധിതമാണ്. ആ ചങ്ങല താടിയെല്ല് വരെ പൊങ്ങിയിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് നോക്കാൻ വയ്യല്ലോ, താഴേക്ക് കാണുന്നില്ല. സന്മാർഗം അവരുടെ കാലിനോടൊപ്പമുണ്ട്, പക്ഷെ താഴേക്ക് നോക്കണ്ടേ. ഇവരിങ്ങനെ മേലോട്ടാ നോക്കിയിട്ട് നടക്കുന്നത്, താഴേക്ക് നോക്കുന്നില്ല. രണ്ട് അവസ്ഥകളാണ് ഖുർആൻ പറയുന്നത്. ഒന്ന്, അഹങ്കാരത്തിന്റെ ഒരു നടത്തം അവർ നടക്കുന്നുണ്ട്, അവർക്ക് താഴെ കാണാൻ പറ്റുന്നില്ല. സത്യത്തെ ധിക്കരിക്കുന്നതാണ് അഹങ്കാരം എന്ന് പറയാം. അൽ കിബ്ർ ഖംഉൽ ഹഖ് വബതറു, അല്ലെങ്കിൽ സത്യത്തെ, നന്മയെ അടിച്ചമർത്തലാണ് അഹങ്കാരം എന്ന് പറയുന്നത്. സ്വീകരിക്കും, ഇതൊക്കെ സംഗതിയൊക്കെ ശരിയൊക്കെ തന്നെ, ഞാൻ കേൾക്കൂല. ഇങ്ങനെ നടക്കുന്നവരാണ്, അഹങ്കാരം കൊണ്ട് തലയുയർത്തുന്നവരാണ്, അവർ അഹങ്കാരികളാണ്. അവർക്ക് സത്യം കാണേണ്ട ആവശ്യമില്ല, അവർ വിചാരിച്ച് നടന്നാൽ മതി. ആ നോട്ടത്തെയാണ് അല്ലാഹു ഫഹും മുഖ്മഹൂൻ, താഴേക്ക് വിനയത്തോടുകൂടെ ഭൂമിയിലേക്ക് നോക്കാതെ നിവർന്ന് നടക്കുന്നവർ. ഈ തല ഉയർത്തി നടക്കുക എന്ന് പറഞ്ഞ് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔസാഫുകൾ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ശമാഇൽ തുർമുദിയിൽ തങ്ങളുടെ നടത്തം വളരെ മനോഹരമായൊരു നടത്തമായിരുന്നു. തങ്ങൾ എന്ത് ചെയ്യും? താഴേക്ക് നോക്കി, ഒരു ചെറിയ കുന്നിൻ ചെരുവിൽ നിന്ന് താഴെ ഇറങ്ങുന്ന ഒരു അവസ്ഥ നമ്മൾ സങ്കല്പിച്ചു നോക്കി. കുന്നിൻ ചെരുവിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ്, നമ്മൾ ഒന്ന് മുമ്പോട്ട് ആഞ്ഞിട്ടല്ലേ നടക്കുക. അങ്ങനെയായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ നടന്നിരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രത്യേകമായ നടത്തമാണ് തങ്ങളുടെ നടത്തം. അങ്ങനെയാണ്, മുമ്പിലേക്ക് ആഞ്ഞ്, തങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കിയിരുന്നത് മണ്ണിലേക്കായിരുന്നു എന്ന് തങ്ങളെ സംബന്ധിച്ച് മുഹദ്ദിസീങ്ങൾ ഉദ്ധരിക്കുകയാണ്. തങ്ങളുടെ ജുല്ലു നദുരിഹി ഇലൽ അർദ്, ഏറ്റവും കൂടുതൽ തങ്ങൾ നോക്കിയത് താഴേക്കാണ്. തങ്ങളുടെ നടത്തം അങ്ങനെയാണ്, മുമ്പോട്ട് ആഞ്ഞുകൊണ്ട്, ഒരു കുന്നിൻ ചെരുവ് ഇറങ്ങാൻ തോന്നുന്നു. പ്ലെയിനായ സ്ഥലത്ത് നടന്നു പോവുകയാണെങ്കിലും ഒരു കുന്നിൻ ചെരുവ് ഇറങ്ങുന്ന പോലെ തങ്ങൾ നടന്നിരുന്നത്. ഇത് നബി തങ്ങളെ നടത്തിയതിന്റെ കാരണം എന്താണെന്നറിയോ? അന്നാരും ഇങ്ങനെ നടക്കാറില്ല മക്കയിൽ. അന്ന് ആളുകൾ നടക്കുന്നത് മേലോട്ട് തല ഉയർത്തി. മന്ത്രിമാരൊക്കെ വരുമ്പോണ്ടല്ലോ ഒരു നടത്തം, അങ്ങനെ ഒരു സൈറ്റൊക്കെ കാണാൻ വേണ്ടി വരുമ്പോഴേ, കയ്യേറിയ സ്ഥലമൊക്കെ കാണാൻ വേണ്ടി വരുമ്പോഴല്ലോ ഒരു നടത്തം. ഈ നടത്തം, ഈ നോട്ടം, അതിനൊരു അഹങ്കാരമുണ്ട്. അങ്ങനെ ഒരു നിവർന്നുള്ള നടത്തം, ഒരു സ്ലോ, നബി തങ്ങൾ ഒരൽപ്പം വേഗതയിലാണ് നടക്കുക. ആ ഒരു സ്ലോ മോഷനിലെ നടത്തം, ഒരു തല ഉയർത്തിയിട്ട് ഈ സ്ലോ മോഷനിൽ നടക്കുക, ഒരു തരം അഹങ്കാരം ഹൃദയത്തിലുള്ളവരാണ് അങ്ങനെ നടക്കുന്നത്. അത് മക്കക്കാർ അങ്ങനെയായിരുന്നു.
അവരുടെ ഇടയിലാണ് ഏറ്റവും വലിയ ഹ്യൂമിലിറ്റി, ഏറ്റവും വലിയ വിനയവും താഴ്മയും കാണിച്ച് ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല താഴ്ത്തി ആ ഒരു സ്ലോ മോഷനിൽ നടത്തുന്നില്ലാതെ ഒരൽപ്പം ധൃതിയിൽ ഭൂമിയിലേക്ക് കണ്ണു താഴ്ത്തി ഭൂമിയിലേക്ക് കാഞ്ഞുകൊണ്ട് നടന്നിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? ഈ നോട്ടം അല്ലാഹുവിന് ഇഷ്ടമല്ല. താഴേക്ക് നോക്കി, നമ്മൾ വന്നത് മണ്ണിൽ നിന്നല്ലേ, ആ മണ്ണിലേക്ക് നോക്കി. അത് വിനയമാണ്. ആരുടെ ഹൃദയത്തിൽ അല്ലാഹു തവാദുഅ കൊടുക്കുന്നുണ്ടോ അവർക്ക് നന്മ ലഭിക്കുമെന്നാണ്. ആര് അഹങ്കാരം നിങ്ങൾക്ക് ഭയങ്കര ഉഷാറാൻ തോന്നുന്നുണ്ടോ അല്ലാഹു അവരെ താഴ്ത്തുമെന്നാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു ഇഷ്ടപ്പെട്ട ഒട്ടകമാണ് ഖസ്വ എന്ന ഒട്ടകം. ആ ഒട്ടകം എപ്പോഴും സ്വഹാബത്തിന്റെ കൂടെ പോവുകയാണെങ്കിൽ ആ ഒട്ടകം മുന്നിലെത്തും. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തിന് ഭയങ്കര ഇഷ്ടം. നബിന്റെ ഒട്ടകം ജയിച്ചല്ലോ. ഏത് റേസിംഗിലാണെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകം ജയിക്കും. നല്ല സ്പീഡ് പോകുന്ന ഒട്ടകമാണ്, എല്ലാരെയും തോൽപ്പിക്കും. അപ്പൊ എല്ലാരും സ്വഹാബത്തിന് അത് മതി, അതാണ് സന്തോഷം. അവര് സന്തോഷിക്കുകയും ചെയ്യും. അന്നൊരിക്കൽ ഒരു ബദു, ഒരു കാട്ടറബി വന്നു, നബിന്റെ ഒട്ടകത്തോട് മത്സരിച്ചു, നബിന്റെ ഒട്ടകത്തെ തോൽപ്പിച്ചു. അപ്പൊ സ്വഹാബത്തൊക്കെ ഭയങ്കര സങ്കടം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒട്ടകത്തെ ഇയാൾ തോൽപ്പിച്ചല്ലോ, അത് വേണ്ടില്ലായിരുന്നു. നബി തങ്ങൾ പറഞ്ഞേ കുഴപ്പമില്ല, അള്ളാഹുവിന്റെ ശരീരയിൽപ്പെട്ടതാണ്. ഏതൊരു സാധനവും ഉയർന്നാൽ ഇല്ല അതിന് അള്ളാഹു താഴ്ത്തുക തന്നെ ചെയ്യും. എന്റെ ഒട്ടകം എപ്പോഴും ജയിക്കുമ്പോ ഒട്ടകത്തിന് തോന്നിക്കാണോ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അതിനെ ഒന്ന് പാഠം പഠിപ്പിക്കാൻ അള്ളാഹു ഒന്ന് താഴ്ത്തി വെച്ചതാണ്. ഏതൊന്നും ഒന്ന് ഉയരുമ്പോൾ അള്ളാഹു താഴ്ത്തുമല്ലോ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മറുപടി നോക്കി, അത് വേറൊരു നേതാവിന്റെ ഒട്ടകാണെങ്കിൽ എന്താ പറയാ, അങ്ങനെ പിടിച്ചു കൊണ്ടുവരിക ബധുവിന്റെ കയ്യും കാലം കെട്ടിയിട്ട്, എന്റെ വാഹനത്തെ തോൽപ്പിച്ചോ? അല്ല. ഏതൊരു സാധനവും ഉയർന്നാൽ പിന്നെ അള്ളാഹു അതിനെ താഴ്ത്തുമെന്നാണ്. എന്റെ ഒട്ടകം ഒരുപാട് ജയിച്ചതാണ്, ഇനി അതിനെ താഴാൻ സമയമായിട്ടുണ്ട്. ഫഹും മുഖ്മഹൂൻ, ഇങ്ങനെ തല ഉയർത്തി സത്യം കാണാതെ നടക്കുന്നവരാണവർ. അവരുടെ കഴുത്തു മുഴുവനും അഗുലാൽ, ചങ്ങലകളാൽ ബന്ധിതമാണ്. ആ ചങ്ങലകൾ കഴുത്ത് വരെയല്ല, ഇലൽ അദ്ഖാൻ, താടിയെല്ല് വരെ. ദിഖ്ൻ എന്ന് പറഞ്ഞ ചിൻ, താടിയെല്ലുകൾക്കാണ് ദിഖ്ൻ എന്ന് പറയുന്നത്. അതിന്റെ പ്ലൂരലാണ് അദ്ഖാൻ. ഫഹിയ, ആ അഗ്ലാലുകൾ, ചങ്ങലകൾ ഇലൽ അദ്ഖാനി, താടിയെല്ല് വരെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും താഴേക്ക് ഇങ്ങനെ പൊക്കി നിർത്തി അങ്ങനെ താഴേക്ക് നോക്കുക. ഫഹും ലാ യുഅ്മിനൂൻ ഫഹും ലാ ഫഅഗ്ശൈന ഫഹും മുഖ്മഹൂൻ, അവരങ്ങനെ തല ഉയർത്തി നടക്കുന്നവരാണ്. രണ്ടാശയം പറഞ്ഞു അല്ലാഹു. ഒന്ന്, സത്യം കാണാത്തവരാണ്, സത്യം കാണാത്തവരാണ്. ആ ആശയത്തിലേക്ക് വരുമ്പോൾ ഇതൊരു ഇസ്തിആറ തംസീലിയയാണ്, ഒരു മെറ്റഫറാണ്. അള്ളാഹു ഉദാഹരണം പറഞ്ഞിട്ട് പറഞ്ഞുതരാ, ഇവര് സത്യം എങ്ങനെ ഇങ്ങനെ നടക്കണ പോലെ. അവർ നടക്കണതൊക്കെ താഴേക്ക് നോക്കിയിട്ട് തന്നെ ആയിരിക്കാം, പക്ഷേ അവർ ഹക്ക് കാണുന്നില്ല. ഒന്ന്. മറ്റൊന്ന്, അവരുടെ രീതി തന്നെ അഹങ്കാരത്തിന്റെ സ്വഭാവമാണ്. അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നില്ല. ഒരു സമൂഹത്തിന്റെ മാനസികവും ശാരീരികവുമായ രണ്ട് ചിത്രങ്ങളും ഈ ആയത്തിൽ വന്നു. അവർ അഹങ്കാരികളാണ്, പിന്നെ മാനസികമായി നോക്കി അവർക്ക് സത്യം വേണ്ടാത്തവരാണ്, അത് കാണാതെ നടക്കുന്നവരാണ്. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وجعلنا من بين أيديهم, അവരുടെ മുമ്പിൽ നാം ആക്കി കൊടുത്തിട്ടുണ്ട് സദ്ദൻ, ഒരു മഹാ തടസ്സമുള്ള ഒരു ബാരിയർ, ഒരു മതിൽക്കെട്ട്. സദ്ദു മഅരിബ്, സദ്ദു ദുൽഖർനൈൻ, മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി സൈറസ് രണ്ടാമൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉണ്ടാക്കിയ വലിയ വൻമതിൽ. സൂറത്തുൽ കഹ്ഫിലില്ലേ സദ്ദ്. അവരുടെ മുമ്പിൽ മതിൽ കെട്ടാൻ, അവരുടെ പിറകിലും മതിൽ കെട്ടാണ്. സത്യത്തിലേക്ക് പോകാൻ കഴിയാത്ത വിധം, സത്യം കാണാത്ത വിധം അവർക്ക് മറവച്ചു കൊടുത്തു നാം. അതുമാത്രമോ ഫഅഗ്ശൈനാഹും, അവരുടെ കണ്ണുകളെ നാം മൂടി വെച്ചിട്ടുണ്ട്. ഫഹും ലാ യുബ്സിറൂൻ, അതുകൊണ്ട് അവർ കാണാത്തവരാണ്. എന്ത് കാണുന്നില്ല? സത്യം കാണുന്നില്ല. അവരുടെ മുമ്പിലൊക്കെ മതിൽ വെച്ചിട്ടുണ്ടോ? ഇതൊരു പ്രയോഗമാണ്. മുമ്പിൽ മതിലുള്ള പോലെ, മതിൽ കിട്ടുന്ന ആലപ്പുറത്തേക്ക് കാണുന്നില്ലല്ലോ. ഇങ്ങോട്ടൊന്നും ബാക്കിലും മതില, പിന്നെ എന്ത് ചെയ്യും? കണ്ണങ്ങ് മൂടുകയും ചെയ്യും, ഒന്നും കാണുന്നില്ല. ഇങ്ങനെ
സത്യം കാണാതെ ജീവിക്കുന്ന എത്രയോ പരമസാധുക്കൾ. അല്ലാഹു പറയാം, ഇത് അള്ളാഹുവിന് ചെയ്തു കൊടുത്തതാണോ? അല്ലല്ല, അവര് സത്യം വേണ്ട എന്ന് വെച്ചപ്പോ അള്ളാഹു അവർക്ക് ചെയ്തു. അള്ളാഹുവിന്റെ ശിക്ഷയാണിത്. നമ്മൾ സൂറത്തുൽ ലൈൽ ആണ് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ വരുന്ന ആയത്തുകൾ ഈ ആശയത്തെ ബലപ്പെടുത്തുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى. അല്ലാഹു തആല പറയാം, فأما من أعطى, ആരാണോ അല്ലാഹുവിന് വേണ്ടി കൊടുക്കുന്നത്, അവരുടെ സമയം, നിങ്ങൾക്ക് അല്ലാഹുവിന് വേണ്ടി നിങ്ങളുടെ സമയം തന്നവരാണ്, അല്ലാഹു നിങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന് വേണ്ടി പൈസ കൊടുക്കുന്നവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരോഗ്യം ചെലവഴിക്കുന്നവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവനവന്റെ ഗുഡ് നെയിം, അവരുടെ ഫെയിം അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുന്നവർ, അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നവർ, അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്തു, നാളെ പരലോകമുണ്ടെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനത്തെവരെ എന്ത് ചെയ്യുന്ന, സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി അള്ളാഹു ഈസിയാക്കി കൊടുക്കുന്നു. നേരെ മറിച്ച് ഒരാളെ പിശുക്ക് കാണിച്ചു, പൈസ ഒന്നും പറഞ്ഞില്ല അള്ളാഹു, എന്താ സമയം കൊണ്ട് പിശുക്ക് കാണിച്ചേക്കാണ്. ഈ സമയത്ത് ഖുർആൻ ക്ലാസ്സിലായി ഞാനില്ല, നല്ല 1-ാം നമ്പർ സീരിയൽ സിനിമ ഉണ്ടാകുമ്പോൾ നമ്മൾ പോവാണോ, അവന്റെ സമയം അള്ളാഹുവിന് വേണ്ടി കൊടുക്കാതെ പിശുക്കി വെച്ചു. ഞാൻ ഉഷാറാണല്ലോ, ഇനിയിപ്പോ നന്നാവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് തോന്നുകയും ചെയ്തു. പഠിക്കണം തോന്നുന്ന ആളുകളുടെ മനസ്സിൽ ഞാൻ അറിവില്ലാത്തവനാണെന്ന് അറിയുമ്പോഴാ പഠിക്കാൻ വേണ്ടി തോന്നുന്നു. ഞാൻ ഉഷാറായിട്ട് പഠിച്ചാണല്ലോ, എനിക്ക് പിന്നെ എന്താ, ഇനിയിപ്പോ എന്ത് ഉസ്താദ് പറഞ്ഞാൽ അതൊക്കെ ഞാൻ ആദ്യം പഠിച്ചത് തന്നെയാണ്. ഇസ്തഗ്ന, അങ്ങനെ ഒരാൾക്ക് തോന്നി, ഇസ്തഗ്ന, ഐ ആം സെൽഫ് സഫിഷ്യന്റ്, എനിക്ക് വേണ്ടതൊക്കെ എന്റെ കയ്യിലുണ്ട്. വകദബ ബിൽ ഹുസ്ന, നാളെ പരലോകവും സ്വർഗ്ഗവും ഉണ്ടെന്ന വിഷയം നിഷേധിക്കുകയും ചെയ്താൽ ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ, നരകത്തിന്റെ വഴി ഞാൻ അങ്ങ് എളുപ്പാക്കി കൊടുക്കും. അല്ലാഹു തആല പറയാം. അപ്പോൾ അല്ലാഹു ഇത് ചെയ്യുന്നത് നമ്മളായിട്ടൊരു കാര്യം തുടങ്ങി വെക്കുമ്പോഴാണ് അല്ലാഹു ഇടപെടുക. അല്ലാഹു കൊണ്ട് മതിൽ കെട്ടിയതല്ല. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സമയവും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ പൈസയും റബ്ബിനെ ചെലവഴിക്കൂല എന്ന് പറഞ്ഞപ്പോ, നിങ്ങൾക്ക് റബ്ബിനെ വേണ്ടെന്ന് വെച്ചപ്പോ അല്ലാഹു നിങ്ങൾക്ക് മതിൽ കെട്ടിയതാണ്. എന്നല്ലാതെ അള്ളാഹുവിനെ ചെയ്തു, അള്ളാഹുവിനെ വഴപ്പിച്ചു, അല്ലല്ല, നിങ്ങൾ വേണ്ടാന്ന് വെച്ചപ്പോ അള്ളാഹു തആല ചെയ്തു. ഇതാണ് ഖുർആനിന്റെ ആയത്തുകൾ ഒന്നൊറ്റക്കെടുത്ത് അർത്ഥം വെക്കരുത്. അതേ ആശയം വേറെ എവിടൊക്കെ അള്ളാഹു പറഞ്ഞു, ആ ആയത്തുകളെ ബന്ധിപ്പിക്കുമ്പോഴാ അവിടെ കോൺട്രഡിക്ഷൻ വരാതിരിക്കുള്ളൂ, അവിടെ വൈരുദ്ധ്യമായ ആശയങ്ങൾ വരാതിരിക്കുള്ളൂ. അള്ളാഹുവിന്റെ ഖുർആനിന്റെ അല്പം ഖുർആനിന്റെ മറ്റൊരൽപ്പത്തെ വ്യാഖ്യാനിക്കുമെന്നാണ്. അപ്പോ അള്ളാഹു ഇങ്ങനെ മറവെച്ചു എന്ന് പറഞ്ഞാൽ ഇവരായിട്ട് വേണ്ടാന്ന് വെച്ചപ്പോ അള്ളാഹു തിന്മയുടെ സർവ്വ വഴികളും എളുപ്പാക്കി കൊടുത്തു, നന്മയൊക്കെ ബ്ലോക്ക് ചെയ്തു കൊടുത്തു. ഇതാണ് റബ്ബ് ചെയ്തത്. ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ വസവാഉൻ അലൈഹിം അൻദർതഹും അൻദർതഹും അം ലം തുൻദിറുഹും لا يؤمنون وسواء عليهم أنذرتهم അങ്ങ് താക്കീത് ചെയ്താലും അം ലം തുൻദിറുഹും അവർക്കങ്ങ് താക്കീത് ചെയ്തില്ലെങ്കിലും സമമാണ് നബിയേ, സമമാണ്. അവർക്ക് മുന്നറിയിപ്പ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവർ വിശ്വസിക്കുകയേ ഇല്ല, അവർ വിശ്വസിക്കാത്തവരാണ്. താക്കീത് ചെയ്താലും ചെയ്തില്ലെങ്കിലും വിശ്വസിക്കാത്തവരാണ്. ഈ അഗ്ലാലൻ എന്ന് പറഞ്ഞ വിഷയത്തിലൊക്കെ ചില ചരിത്ര സംഭവങ്ങളൊക്കെ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ വിഷയം, സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. താക്കീത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർ വിശ്വസിക്കൂല. അപ്പൊ തൊട്ടു മുമ്പ് പറഞ്ഞ ആശയം എന്തായിരുന്നു? അള്ളാഹു മറവെച്ചു, അള്ളാഹു കണ്ണിനെ മൂടി, അള്ളാഹു അവർക്ക് സത്യം കാണാത്ത അവസ്ഥയിലേക്ക് റബ്ബ് അവരെ ആക്കി കൊടുത്തു. അപ്പം അത് മാത്രം ആലോചിക്കുമ്പോൾ ഒരാൾ പറയും, പടച്ചോനെ ഞാനിപ്പോ നന്നാവണം എന്നൊക്കെ വിചാരിച്ചിട്ടും കാര്യമില്ലല്ലോ, എന്റെ കണ്ണൊക്കെ അള്ളാഹു മൂടി വെച്ചപ്പോ എങ്ങനെ ഞാൻ സത്യം കാണുക? അപ്പൊ ഞാൻ മജ്ബൂർ,
എന്നെ അള്ളാഹു ഇങ്ങനെ ആക്കിയതാണല്ലോ, ഈ ആശയൊക്കെ തെറ്റാണ്. ഇന്നെ അള്ളാഹു ഇങ്ങനെ ആക്കിയല്ലോ എന്നൊക്കെ തോന്നും. അങ്ങനെയാണ് ഖദരിയ എന്ന് പറഞ്ഞൊരു വിഭാഗം ഇസ്ലാമിക ലോകത്ത് കടന്നു വന്നത്. അവരുടെ പേരെന്നെ ഖദരികൾ എന്ന്. ഖദർ, അള്ളാഹു കണക്കാക്കിയില്ലേ ഞാൻ നന്നാവാണ്ടെന്ന്, പിന്നെ എങ്ങനെ ഞാൻ നന്നാവുക? അല്ലെ, എന്നെ തലണ്ട അമ്മാവ ഞാൻ നന്നാവൂല എന്ന് പറഞ്ഞ പോലെ അള്ളാഹു നന്നാക്കണ്ടെന്ന് വിചാരിച്ചില്ലേ, പിന്നെ എന്തിനാ ഞാൻ എന്ത് കഷ്ടപ്പെട്ടു? അങ്ങനെയല്ല, അള്ളാഹു നിങ്ങളാക്കിയതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിരിക്കുന്ന കാലത്ത് അന്ന് അവിടുത്തെ ഒരു ഖദരി വിശ്വാസക്കാരുണ്ട്. ഗൈലാനുൽ ഖദരി എന്നയുടെ പേരെന്നെ അങ്ങനെയാണ്. ഗൈലാൻ മൂപ്പരാണ് ഇതിന്റെ ആശയക്കാരൻ. ഖദരി വിശ്വാസക്കാർ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ